മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. വീർ സവർക്കർക്കെതിരെ ഉറഞ്ഞുതുള്ളിക്കൊണ്ട് എ.കെ.എം. അഷ്റഫ് മുസ്ലിം ലീഗിന്റെ MLA രംഗത്തെത്തിയിട്ടുണ്ട്. ഈ MLA എന്താണ് വിളിച്ചു പറഞ്ഞത് എന്ന് നോക്കുന്നതിന് മുമ്പ് ഈ SDPI ഒക്കെ ഈ മുസ്ലിം ലീഗ് MLA എങ്ങനെയാണ് കാണുന്നത് എന്നൊന്ന് നിങ്ങൾ ആദ്യം ഒന്ന് കേട്ടു നോക്കൂ. എന്നിട്ട് നമുക്ക് വീർ സവർക്കറുടെ വിഷയത്തിലേക്ക് പോവാം. ഇതൊന്നും കിട്ടും. BJPയെ തോൽപ്പിക്കാൻ എല്ലാ സെക്യുലർ ഫോഴ്സിന്റെ വോട്ടും വേണം. സെക്യുലർ ആണോ SDPI? വീണ്ടും നമുക്ക് ആ ചോദ്യത്തിലേക്ക് പോകണം. SDPI സെക്യുലർ ആണോ അല്ലയോ? താങ്കളുടെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള മറുപടിയാണ് വേണ്ടത്. SDPI പിന്നെ BJP ആണ് വർഗീയ കക്ഷി. സെക്യുലർ ആണ്. SDPI സെക്യുലർ ആണ്. നിങ്ങൾ കേട്ടില്ലേ? അതായത് BJP ആണ് വർഗീയ പാർട്ടി, SDPI സെക്യുലർ പാർട്ടി, മതേതര പാർട്ടിയാണ് SDPI. ഈ A.K.M. അഷ്റഫ് ആണ് ഈ മുസ്ലിം ലീഗിന്റെ MLA ആണ് ഇപ്പോ വീർ സവർക്കർക്കെതിരെ ഉറഞ്ഞുതുള്ളി രംഗത്തെത്തിയിട്ടുള്ളത്. ഈ SDPI എന്താണെന്ന് രാജ്യത്തെ പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസി കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചതാ. രാജ്യത്ത് ജിഹാദ് ഉണ്ടാക്കാൻ PFI രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഈ പറയുന്ന SDPI. രാജ്യത്ത് ജിഹാദ് ഉണ്ടാക്കിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് SDPI എന്ന് രാജ്യത്തെ പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസി വ്യക്തമാക്കിയ ആ SDPI ആണ് A.K.M. അഷ്റഫിന് വലിയ മതേതര പാർട്ടി. അപ്പൊ ഈ മുസ്ലിം ലീഗ് MLA ഉള്ളിൽ എന്താണ് എന്നുള്ളത് സകലരും തിരിച്ചറിയില്ലേ? ഇനി MLA എന്താണ് വിളിച്ചു പറഞ്ഞത് എന്ന് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ചരിത്രത്തെ കാവ്യവൽക്കരിക്കാനുള്ള സംഘപരിവാർ നീക്കം മഞ്ചേശ്വരത്ത് അനുവദിക്കില്ല. ഒരൊറ്റ മറുപടി പറഞ്ഞോട്ടെ. ഈ രാജ്യത്ത് ചരിത്രത്തെ കാവ്യവൽക്കരിക്കാതെയൊക്കെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാവ്യമില്ലാത്തൊരു ചരിത്രം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ വല്ല ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോവേണ്ടി വരും. കാവ്യ എന്നതൊക്കെ പറയുന്നത് ഈ രാജ്യത്തിന്റെ പൈതൃകവും പാരമ്പര്യവും സംസ്കാരമൊക്കെയാ. കാവ്യമില്ലാതൊരു ചരിത്രമൊന്നും ഈ രാജ്യത്തിനില്ല എന്നുള്ളത് ഈ മുസ്ലിം ലീഗ് MLA ഒക്കെ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് പഠിപ്പിക്കോ? ഇനി ഏതായാലും തുടർന്ന് നോക്കാം. പൊതുവിദ്യാഭ്യാസ രംഗത്ത് വർഗീയ അജണ്ട നടപ്പിലാക്കാനും ചരിത്ര സത്യങ്ങളെ അട്ടിമറിക്കാനുമുള്ള നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. മഞ്ചേശ്വരം കുമ്പള ഉപജില്ലയിലെ LP സ്കൂൾ കുട്ടികൾക്കായി സോഷ്യൽ സയൻസ് ക്ലബ്ബ് സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരത്തിൽ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായി VD സവർക്കർ എന്ന് നൽകിയത് സ്വാതന്ത്ര്യ സമര ചരിത്രത്തോടും രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച മഹാരഥന്മാരോടുമുള്ള അപമാനമാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് മാപ്പപേക്ഷകൾ നൽകി പെൻഷൻ കൈപ്പറ്റി ജയിൽ മോചിതനായ ഒരാളെ ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച വിപ്ലവകാരിയായി കൊച്ചുകുട്ടികളുടെ മനസ്സിലേക്ക് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് വ്യക്തമായ RSS അജണ്ടയുടെ ഭാഗമാണ്. LP വിഭാഗത്തിലെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് നേരെ പോലും നടത്തുന്ന ഇത്തരം കാവ്യവൽക്കരണ നീക്കങ്ങൾക്ക് മഞ്ചേശ്വരത്തിന്റെ മണ്ണിൽ ഒരു ഇഞ്ച് പോലും സ്ഥാനം ഉണ്ടാകില്ല. പൊതുവിദ്യാഭ്യാസ വകുപ്പിനെയും സംസ്ഥാന സർക്കാരിനെയും അപമാനിക്കാനും പ്രതിക്കൂട്ടിൽ നിർത്താനും വേണ്ടി മനഃപൂർവ്വം തയ്യാറാക്കിയതാണോ ഈ വിവാദ ചോദ്യാവലി എന്ന് ശക്തമായി സംശയിക്കുന്നു. ഇക്കാര്യം സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഈ ചോദ്യാവലി തയ്യാറാക്കിയവർക്കും അതിന് അനുമതി നൽകിയ ഉദ്യോഗസ്ഥർക്കും എതിരെ അടിയന്തര അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും തെറ്റായ ചരിത്രം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചവരിൽ നിന്ന് വിശദീകരണം തേടി കർശന അച്ചടക്ക നടപടികൾ സ്വീകരിക്കണമെന്നും ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെട്ടു. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ മതേതരത്വവും ചരിത്ര സത്യങ്ങളും സംരക്ഷിക്കാൻ ശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് പോകും. ഇത് കേട്ടില്ല ചാടി വന്നിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി ചാടി വീണ് വിളിച്ചു പറഞ്ഞത് മാതൃഭൂമിയിൽ വന്നിട്ടുള്ള വാർത്തയാണ്. ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാന് വിദ്യാഭ്യാസ വകുപ്പിന്റെ ക്വിസിൽ സവർക്കറെ പുകഴ്ത്തി ചോദ്യം. റിപ്പോർട്ട് തേടി വിദ്യാഭ്യാസ മന്ത്രി. MLA പറയുന്നു വിദ്യാഭ്യാസ മന്ത്രി ചാടി വീണ് അതിന് വിശദീകരണം തേടിയിരിക്കുന്നു. ഇതെന്താ ഇവിടെ ഇപ്പോ കേരളത്തിൽ നടക്കുന്നത്? ഈ VD സവർക്കറെ ഈ മുസ്ലിം ലീഗിനൊന്നും ഇപ്പൊ എന്താ പറ്റാതെ പോകുന്നത്? ഇവരുടെയൊക്കെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കോൺഗ്രസ് ഉണ്ടല്ലോ, ഇവരുടെ പാർട്ടിയുടെ, ഇപ്പോ പണ്ടൊക്കെ ഇന്ദിരാഗാന്ധി ഈ വീർ സവർക്കറുടെ പേരിൽ സ്റ്റാമ്പ് പോലും ഇറക്കിയിട്ടുണ്ട്. അന്നൊന്നും കോൺഗ്രസിനെ ചോദ്യം ചെയ്യാൻ ആരും മുതിരില്ലായിരുന്നു. എന്നാൽ ഇന്നത്തെ സുഡാപ്പി കോൺഗ്രസിനെ വെല്ലുവിളിക്കുകയും, അതായത് ലീഗ് എന്തു പറയുന്നു അതാണ് ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത് എന്ന് പറയുന്നത് വെറുതെ ഒന്നല്ല.
വീർ സവർക്കറെ ബഹുമാനിച്ചിട്ടുള്ളത് ശ്രീമതി ഇന്ദിരാഗാന്ധിയ. പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധി വീർ സവർക്കറെ ആദരിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട്. സ്റ്റാമ്പ് പോലും ഈ രാജ്യത്ത് അദ്ദേഹത്തിന്റെ പേരിൽ ഇറക്കിയിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ സുഡാപ്പി കോൺഗ്രസിന് അതൊന്നും പറ്റില്ല. വീർ സവർക്കറുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ പോലും പാടില്ല എന്നാ പറയുന്നത്. അതെങ്ങനെയാ ശരിയാവുക? ആ ചോദ്യത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നതും വീർ സവർക്കർ തന്നെയല്ലേ. ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷുകാർ തടവിലാക്കപ്പെട്ടിട്ടുള്ളത് ഈ പറയുന്ന വീർ സവർക്കറെ തന്നെയല്ലേ. ഇത് രാജ്യത്തിന്റെ ചരിത്രത്തിലുള്ളതല്ലേ. ഇതുമായി ബന്ധപ്പെട്ട് ChatGPT ഒരു ചോദ്യം ചോദിച്ച സമയത്ത് അതിന് വന്നിട്ടുള്ള മറുപടി ഞാനൊന്ന് വായിച്ചേൽപ്പിക്കാം. ബ്രിട്ടീഷുകാരിൽ നിന്ന് ഏറ്റവും കൂടുതൽ തടവ് ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ChatGPT വന്നിട്ടുള്ള ഉത്തരവാണ്, ബ്രിട്ടീഷുകാർ ഏറ്റവും ദൈർഘ്യമേറിയ തടവ് ശിക്ഷ വിധിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ പ്രധാനപ്പെട്ടത് VD സവർക്കർ ആണ്. VD സവർക്കർ 1910-11 കാലത്ത് 2 ജീവപര്യന്തം ശിക്ഷകൾ തുടർച്ചയായി വിധിച്ചു. ആ 2 ശിക്ഷകളും ചേർത്ത് 50 വർഷത്തെ ശിക്ഷ എന്നായിരുന്നു കണക്കാക്കിയത്. ഇന്ത്യ സർക്കാരിന്റെ ആസാദി കാ അമൃത് മഹോത്സവ് സൈറ്റും ഇത് സ്ഥിരീകരിക്കുന്നു. ഈ ChatGPT ഓരോ വിഷയങ്ങൾ ഉത്തരം തരുമ്പോൾ കൃത്യമായിട്ട് അതിന് രേഖകളും അവിടെ കൊടുക്കും. ഏത് സൈറ്റിലാണ്, ഏത് ന്യൂസിലാണ് എന്നൊക്കെ കൊടുക്കും. അതാണ് കേട്ടോ എടുത്തു വായിക്കുന്നത്. അദ്ദേഹത്തെ ആൻഡമാനിലെ സെല്ലുലാർ ജയിലിലേക്ക് അയച്ചു. അതായത് ഏറ്റവും കൂടുതൽ തടവ് ശിക്ഷ ലഭിച്ചിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം വീർ സവർക്കർ തന്നെയാ. അദ്ദേഹം ചരിത്രത്തിലുള്ളതാണ്. ഏതായാലും മുസ്ലിം ലീഗ് മലപ്പുറത്ത് ടൗൺ ഹാളിൽ വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പേരിൽ ഒരു സ്മാരകം പണിതിട്ടിട്ടില്ലേ. ഇല്ലാത്ത ചരിത്രം. അതായത് 1921 മലബാർ കലാപത്തില് ഇവിടെയുള്ള ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മതപരിവർത്തനം ഉൾപ്പെടെ ചെയ്ത് അവർക്കെതിരെ കലാപം നടത്തിയ, അവരെ ഇല്ലായ്മ ചെയ്തിട്ടുള്ള വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പേരിൽ മലപ്പുറത്ത് ടൗൺ ഹാൾ ഉണ്ടാക്കിയ AK അഷ്റഫും കൂട്ടരുമാണിപ്പോ മുസ്ലിം ലീഗിന്റെ MLA ആണിപ്പോ. വീർ സവർക്കർ രാജ്യത്തില്ലാത്തതാണ്. കാവ്യവൽക്കർ ഇതൊക്കെ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെട്ടത് തന്നെയാ. ഇത് ഈ രാജ്യത്തെ ചരിത്രം നോക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോ നമ്മുടെ കേരളത്തിലൊരു ക്വിസ് മത്സരത്തില് ഒരു ചോദ്യം വന്നപ്പോഴേക്ക് യജാതി കുരുപൊട്ടല. ഒരു ചോദ്യത്തെ പോലും പേടിക്കുന്നവരാണോ ഇവിടെയുള്ള മുസ്ലിം ലീഗുകാർ? ഒരു ചോദ്യം പോലും താങ്ങാനുള്ള ത്രാണി മുസ്ലിം ലീഗിന്റെ MLAക്കും മന്ത്രിക്കും ഒന്നും ഇല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി മാത്രം മതിയോ ഇവിടെ ടൗൺ ഹാൾ ഉണ്ടാക്കാനും സകലതിനും? അതായത് ഒരു കലാപത്തിന് നേതൃത്വം കൊടുത്ത ഒരാളുടെ പേരിൽ ടൗൺ ഹാൾ. അതേ സമയത്ത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള വീർ സവർക്കറെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ പോലും വരുന്നത് ഭയക്കുന്നത് എത്ര ഊളത്തരമാണ്. ലീഗിന്റെ ഒക്കെ ഒരു നിലവാരം സകല ആളുകളും തിരിച്ചറിയണം. ലീഗ് ഭരിക്കും കേരള നാട്ടിൽ, ലീഗ് ഭരിക്കും കേരളം, ലീഗ് പറയുന്ന നിയമങ്ങൾ എന്തൊക്കെയായിരുന്നു ഇവിടെ പ്രകടനങ്ങൾ? അത്തരത്തിൽ തന്നെയാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? കോൺഗ്രസ്സുകാർക്ക് ഇതിനൊരു മറുപടി കൊടുക്കാനില്ലേ? ഏത് കോൺഗ്രസ്സുകാർക്ക്? ഇന്നത്തെ കോൺഗ്രസ്സുകാർക്ക് ലീഗ് പറയുന്നത് കേൾക്കലല്ലേ പണി. പണ്ട് ഇന്ദിരാഗാന്ധിയൊക്കെ വീർ സവർക്കർക്ക് വേണ്ടി അതായത് ഒരു സ്റ്റാമ്പ് പോലും ഇറക്കിയിട്ടുണ്ട്. ഈ രാജ്യത്തെ വലിയ ആദരവ് ഇന്ദിരാഗാന്ധി വീർ സവർക്കർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ കോൺഗ്രസ്സുകാർക്ക് അതെന്തെങ്കിലും പറയാൻ സാധിക്കുമോ? ലീഗുകാരെ പേടിച്ച് മുട്ടിലിയഞ്ഞല്ലേ ഇന്നത്തെ കോൺഗ്രസ് ഇപ്പോ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ലീഗ് MLAയും ലീഗ് വിദ്യാഭ്യാസ മന്ത്രിയോടൊക്കെ ചോദിക്കാൻ, നിങ്ങൾക്കൊരു ചോദ്യത്തെ പോലും ഇത്രയും ഭയമാണോ?